പാട്ടിൻ്റെ മധുരം ഹൃദയതാളങ്ങളിലേക്ക് പകർന്നെടുക്കാൻ പിന്നിലെ മേളങ്ങളുടെ ശ്രുതികാലങ്ങൾക്ക് ഇന്നിവിടെ വിരാമം. ശുഭരാത്രി ആശംസകളോടെ വിട. സ്നേഹം സ്വന്തം അശോക് കുമാർ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷ് വാർത്തകൾ കേൾക്കാം. മെല്ലെ മോളെ, പേടിക്കണ്ട. ഇതിപ്പോ എത്ര മാസമായി? 3-ാം മാസാ. ഇന്ന് രാവിലെ തൊട്ട് ഛർദിയ. ഈ നേരായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അഡ്മിഷൻ വേണ്ട, ഒബ്സർവേഷൻ മതി. ട്രിപ്പ് ഇട്ടേക്ക്. നാളെ രേഖ ഡോക്ടറെ ഒന്ന് കാണിക്കാം. പേടിക്കണ്ട, പ്രശ്നമൊന്നുമില്ല. പറ. ഞാൻ വിളിക്കാം. നാളെ വന്ന് ഡോക്ടറെ കാണണം കേട്ടോ. ഫാർമസിയിൽ ഈ മരുന്ന് വാങ്ങണം. ബില്ല് ക്യാഷിൽ അടയ്ക്കണേ. ആ ഓട്ടോ നീ കൊടുത്തേക്ക്. എന്നിട്ട് നീ പോന്നാ? പോണം. ഞാൻ വരണോ? വിട്ടോ. അതാവും തെയ്യത്തിന് വരാ തന്നെ. എടുത്തോ, നല്ല സാധനം. ഹലോ. പ്രശ്നം 10 മിനിറ്റ്. നിന്നെ വിളിക്കല്ലേ? എന്താ തോപ്പിലെത്തി? അതെ, തോറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഒരേട്ടൻ പകുതിക്ക് നാട്ടം വരുവാ. ഓ ചിരിക്കല്ലേ ചിരിക്കല്ലേ. ശരി ശരി ഞാൻ വന്നു. തീപ്പെട്ടി ഉണ്ടോ ബോസേ? ഇല്ലില്ല. വിനോദേ, ഭയങ്കര തിരക്കാന്ന് തോന്നല്ലോ. പക്ഷേ വിനോദ് വിനോദേ വിനോദേ പറയ്, ആരാ ഇത് ചെയ്തത്? ആരാ? നീ പന്യന്നൂർ മോഹത്തിന്റെ വണ്ടി തടയും അല്ലടാ. ഈ കണ്ണൂരിൽ നീ ഒന്നും അതിന് വളർന്നിട്ടില്ല. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാൻ തുലാവർഷരാത്രികളിൽ ഒരു പുതപ്പിന്നടി സ്നേഹിക്കാൻ എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വഴിയായി തെക്കേ പറമ്പിലെ പുളിയൻ മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ച് തല്ലി കരയാൻ എനിക്കൊരു പെണ്ണിനെ വേണം. എടാ കഴിഞ്ഞില്ലേ? അവനെവിടെ? നിന്നോടല്ലടി ഞാൻ ചോദിച്ചത് അവനെവിടെയെന്ന്. ഞാൻ കണ്ടില്ല. എന്റെ ദൈവമേ, ആ ജോർജ് സാറിനോട് ഞാൻ 4 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണല്ലോ. ഞാനിപ്പോ എന്തോ ചെയ്യും? ഒരു ഗുണമില്ലാത്ത മക്കള്.
അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. മര്യാദയ്ക്ക് റേഷൻ കടയിൽ പോയിക്കോ. നീ അതിന് ഞാൻ വരാൻ നിൽക്കണ്ട. നിപ്പ് നോക്കി കൊള്ളാം, മതിയാക്കിക്കോ. നീ പോരെ കൊണാപ്പി. നീ ആദ്യം ഈ കൊണത്തെ തടിയൊന്ന് പറയും. പൊടി പിള്ളേരുടെ മുമ്പിൽ ഇക്കിളിയിട്ടിട്ട് വന്നിരിക്കും. താങ്കൾ ചാടിയിട്ട് ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല, പറയത്തില്ല. അതെ, +2 മുതൽ കാണാൻ തുടങ്ങിയതല്ലേ നമ്മൾ ഇവനെ. അതെ, വിളിച്ചോണ്ട് നിന്നോ. മണി 4 ഇപ്പൊ വരും. എന്തുവാടാ? ഇവന്റെ ഫ്രണ്ട്. ഇപ്പൊ വിളിക്കും. ആരെ? ഈ തെണ്ടിയെ തന്നെ. അവര് വീട്ടിലെത്തി. നീ പോര്. ഇതെന്താ സംഭവം? ഇത് കുറവന്നോടുള്ള കൊച്ച. ഇവിടെ ST കോളേജിൽ പഠിക്കുക. കൊച്ചിന് ഇവനോട് ലപ്പ്. ശരിക്കും? ആ, ഇവൻ PSC കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് കണ്ടുള്ള പരിചയം. എന്നിട്ടെന്താ? അവള് കാര്യം പറഞ്ഞപ്പോ ആശാ മുങ്ങി. നമുക്ക് പിന്നെ പേടിയാണ്. പിന്നെ പേടിയൊന്നുമില്ല. പിന്നെ അവൾ ആ ചേട്ടനെ കണ്ടല്ലോ, അതുപോലെ മൂത്ത ഒരെണ്ണം കൂടെ ഉണ്ട് വീട്ടിൽ. എന്നോടൊക്കെ പറയാൻ പേടി എന്താണെന്ന് പോലും എനിക്കറിയാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങിയാലോ? എന്താണ്, ഓട്ടോ ഉണ്ടോ? ഓടേണ്ടി വരും. അങ്ങോട്ട് നോക്കാം. എന്താണ് അങ്ങോട്ട്? എന്ത് ചെയ്യും? ഹലോ അമ്മേ. നീ എങ്ങോട്ടാ? ഓ, അങ്ങനെയൊന്നുമില്ല. എന്നാ കേറ്, ഒന്ന് പഴങ്ങാട് വരെ പോ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? കേറടാ. അല്ല, ഈ വേഷത്തിൽ ഞാനൊന്ന് കുളിച്ചിട്ട്. കേറടാ. നീ ഇരിക്കാം. രണ്ടിനും കൊല്ലാൻ കൊണ്ടുവന്നു ചിലപ്പോ. ഇതാ സാറേ ഇവന്റെ അവസ്ഥ. ഉത്തരവാദിത്വവും ബോധവും ഇവന്റെ അടുത്തൂടെ പോയിട്ടില്ല. ചായ കുടിക്കും. മോൻ്റെ പ്രായമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും നമ്മളെ അവസ്ഥ ആലോചിക്കണ്ടേ, സാഹചര്യം മനസ്സിലാക്കണ്ടേ. മോനെ കുറ്റപ്പെടുത്തിയതല്ല, സാധാരണ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള പാട് മോനറിയാലോ. എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി പ്രതീക്ഷയോടെ നിൽക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയോ. ഇതിപ്പോൾ നിർഭാഗ്യം കൊണ്ട് നമുക്കൊരവസരം വന്നു. മോൻ്റെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടു. ശരി, നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ? അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കുക, അമ്മയും പെങ്ങളെയും നോക്കുക. മോൻ്റെ ജീവിതം ഒരു കരക്കത്തില്ലേ? അവൻ ഈ ജോലി ഏറ്റെടുക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ സാറിന്? അവന് പോലീസ് ജോലി പേടിയാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ സാറേ പറയാ? മോൻ്റെ അച്ഛൻ്റെ കൂടെ 10 വർഷം പണിയെടുത്ത ആളാണ് ഞാൻ. പുള്ളി എന്നും പറയും മക്കളുടെ കാര്യം. നിന്നെ ഒരു SI ആക്കണമെന്നായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ജീവിക്കണമെന്നല്ല, പക്ഷേ സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കണം. ഇതെന്നെ മോനായിട്ട് വൈകിപ്പിച്ച് ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചില്ലേ? ഇവൻ്റെ പ്രായം വെച്ച് കോഴ്സ് തന്നെ കിട്ടിയാണ്. ഫിസിക്കൽ മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ. സർവീസിലിരിക്കെ മരണപ്പെട്ട
2 വർഷത്തിനകം ജോലിക്ക് കയറണമെന്ന സർവീസ് ചട്ടം. ഇതിപ്പോൾ വൈകിപ്പോയ സ്ഥിതിക്ക് നടക്കുമെന്നറിയത്തില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? എന്തേലും ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ സാറേ? വളച്ചു കെട്ടുന്നില്ല. പാർട്ടിക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും. കാര്യമാണ്, പാർട്ടി വിചാരിച്ചാൽ സർക്കാർ വിചാരിക്കും. കേരള പോലീസിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് DGP IG ഒന്നല്ല, അസോസിയേഷൻ നേതാക്കളും ഇവിടുത്തെ പാർട്ടി നേതാക്കളുമാണ്. പാർട്ടി സെൻറ്ററിൽ നിന്ന് വിചാരിച്ചാൽ ഏത് ഫയലും നീങ്ങും. കറുത്തവും വെളുക്കും, വെളുത്തവും കറക്കും. പരീക്ഷ എഴുതാത്തവന് റാങ്കും കിട്ടും. പക്ഷെ വിചാരിക്കണം, പാർട്ടി അനുഭാവികൾ ഫോഴ്സിലുണ്ടാവേണ്ടത് അവരുടെ ആവശ്യമാണ്. മല്ലികയുടെ പല്ലും വെച്ച് പണ്ട് പുന്നപ്ര സമരത്തിൽ പങ്കെടുത്തൊക്കെ അല്ലേ? അതെ. ഇന്ന് അതിൽ കാര്യമൊന്നുമില്ല. എന്നാലും ഇതൊക്കെ പറഞ്ഞ് കാണേണ്ടവരൊക്കെ കാണുക, ഭാഗ്യമുണ്ടേ നടക്കും. അമ്മ കഴിക്കുന്നില്ലേ? അമ്മ മാറിക്കോ. മാറിക്കോ. ഞാൻ ചെയ്യാം. അമ്മ അമ്മ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. അത് ഞാൻ കുറെ കേട്ടതാണല്ലോ. എടാ, അവനവനോട് ആത്മാർത്ഥത കാണിക്കാത്തവര് മറ്റുള്ളവരോട് അതെങ്ങനെ കാണിക്കാനാ? ജീവിതത്തെ എങ്ങനെ നേരിടാനാ? അപ്പോൾ എന്തോ ചെയ്യും? പേടിയാണ്, കഴിയില്ല, ഇഷ്ടമല്ല, അങ്ങനെ ഒരു 100 എക്സ്ക്യൂസസ് പറയും. പിന്നെ ഈ കാര്യം ഇനി നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെക്കൊണ്ടാവും വിധം ഞാൻ അതിന് ശ്രമിക്കും. അപർണയ്ക്ക് 18 വയസ്സായല്ലോ. ജോലി നമുക്ക് അവക്ക് കൊടുക്കാം. ഒന്നുമില്ലേലും നിന്നെക്കാളും ധൈര്യവും ബോധവും അവക്കുണ്ട്. ഒരു കാര്യം എൻ്റെ മോനെ ഓർത്തോ, ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല. വീഴും തോറും കയറിയേ പറ്റത്തുള്ളൂ.